إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത കൽപ്പിച്ച ദിവസങ്ങളിൽ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസത്തിലേക്കാണ് ഞാനും നിങ്ങളും പ്രവേശിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിനു മുമ്പ് തന്നെ ഏറെ പവിത്രത കൽപ്പിക്കപ്പെട്ട ഒരു ദിവസമാണത്. ഈ ദിവസത്തിലാണ് ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയും തെമ്മാടിയുമായ ഫിർഔനും അവൻ്റെ കൂട്ടാളികളും നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമായും അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ആ മഹത്തായ സംഭവം നടന്ന ദിവസം, സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു ദിവസമാണ് മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം, യൗമു ആശൂറ, ആശൂറ ദിനം എന്ന് വിളിക്കപ്പെടുന്ന ഈ ദിവസം. സഹോദരങ്ങളെ, വലിയ അഹങ്കാരത്തോടുകൂടി ഈജിപ്തിൽ ഭരണം കാഴ്ചവെച്ച ഭരണാധികാരിയായിരുന്നു ഫിർഔൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അവൻ്റെ അഹങ്കാരം, അവന് ചുറ്റുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ നോക്കിക്കൊണ്ട് റബ്ബിനെ മനസ്സിലാക്കുന്നതിന് പകരം ആ ദൃഷ്ടാന്തങ്ങളെല്ലാം തന്നെ അത് അവൻ്റെ കീഴിലുള്ളതാണ് എന്ന് വാദിക്കുകയും, അല്ല, ഇതിൻ്റെ എല്ലാം റബ്ബ്, ഇതിനെല്ലാം ഉടമപ്പെടുത്തുന്നവൻ ഞാൻ മാത്രമാണ് എന്നവൻ അഹങ്കരിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ധിക്കാരത്തിൻ്റെ വാക്ക് നമുക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്: വഖാല ഫിർഔനു യാ അയ്യുഹൽ മല മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി. ഫിർഔൻ പറയുകയാണ്, ഓ പ്രമുഖരായ ആളുകളെ, നിങ്ങൾക്ക് ഞാനല്ലാതെ മറ്റ് ആരാധ്യനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എല്ലാവരുടെയും ആരാധ്യനായി, എല്ലാവരുടെയും നേതാവായി അവൻ തന്നെ മതി എന്നവൻ പറഞ്ഞു. അവൻ പറഞ്ഞു, അന റബ്ബുകുമുൽ അഅല, അത്യുന്നതനായ റബ്ബ്, നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് ഞാൻ തന്നെയാണ് എന്നവൻ പറയുകയുണ്ടായി. സഹോദരങ്ങൾ, എപ്രകാരം അവൻ അഹങ്കരിക്കുകയും അള്ളാഹു ആ രാജ്യത്തിന് നൽകിയ അനുഗ്രഹങ്ങളെ പോലും അതെല്ലാം അവന്റെ അധീനതയിലാണെന്ന് പറഞ്ഞ് പാമരന്മാരായ ജനങ്ങളെ അവൻ കബളിപ്പിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തഖഫ ഖൗമഹു ഫഅതാഉഹു, ആ ജനവിഭാഗത്തെ അവൻ വിഡ്ഢികളാക്കി തീർക്കുകയും അവന്റെ സംസാരങ്ങൾ കൊണ്ട് അവരെ വിഡ്ഢികളാക്കി തീർക്കുകയും, ഫഅതാഉഹു, അങ്ങനെ അവരെല്ലാവരും അവൻ അനുസരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ സഹോദരങ്ങളെ, പിൽക്കാലക്കാർക്കുള്ള ഒരു ദൃഷ്ടാന്തമായി കൊണ്ടും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചത്. നോക്കൂ, ആ ചരിത്രം നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട്
രാത്രിയിൽ തന്നെ തൻ്റെയോടൊപ്പമുള്ള വിശ്വസിച്ച അനുയായികളെയും കൂട്ടി ആ രാജ്യത്തു നിന്നും രാജ്യം വിടാൻ വേണ്ടി പലായനം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ചെങ്കടലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം യാത്ര തിരിക്കുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ, അദ്ദേഹം യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഈ വിവരം ഫിർഔൻ അറിയുകയാണ്. ഫിർഔൻ കാര്യങ്ങൾ അറിയുകയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെയും കൂട്ടരെയും ഭൂലോകത്തു നിന്നും ഉന്മൂലനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി വലിയ സംഘങ്ങളെയുമെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് അവനും പിന്നാലെ യാത്ര പുറപ്പെടുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരങ്ങളെ ചെങ്കടലിന്റെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് പിന്നാലെ ഫിർഔനും കൂട്ടരുമുണ്ട്. അങ്ങനെ ആ രണ്ട് സംഘവും ചെങ്കടലിന്റെ മുൻഭാഗത്ത് അതിന്റെ ഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ്. അല്ലാഹു തആല അതിപ്രകാരം പറഞ്ഞു, ഫലമ്മാ തറാഅൽ ജംആൻ, ആ രണ്ട് സംഘവും അവിടെ വെച്ച് കൂട്ടിമുട്ടുന്ന സമയത്ത്, അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ജനത പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, ഇതാ ഞങ്ങളിതാ പിടിക്കപ്പെടുകയാണ് എന്നവർ പറയുകയുണ്ടായി. നോക്കൂ സഹോദരങ്ങളെ, മുമ്പിൽ വലിയ സമുദ്രമാണ്, ചെങ്കടലുകൾ അങ്ങനെ കിടക്കുകയാണ്, പിന്നിൽ ശത്രുസേനയാണുള്ളത്. അവർക്ക് ഭൗതികമായ യാതൊരു രക്ഷപ്പെടാനുള്ള മാർഗവും കാണുന്നില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പമുള്ള ജനത അവർ വിചാരിച്ചു പോയിട്ടുള്ളത്, സഹോദരങ്ങളെ, അവരിതാ ക്രൂരമായി ഇവിടെ മരണം വരിക്കാൻ പോകുകയാണ്, ക്രൂരമായ പീഡനത്തിന് ഇരയാകാൻ പോകുകയാണ് എന്നുറപ്പിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, ഇതാ ഞങ്ങളിതാ പിടിക്കപ്പെടാൻ പോകുമെന്ന് പേടിയോടുകൂടി കഴിഞ്ഞു പോയിട്ടുള്ള ആ സമയം. അന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ വാക്ക് നമ്മെ അറിയിച്ചത് ഇങ്ങനെയാണ്, കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. അല്ല കൂട്ടരെ, കാര്യം അങ്ങനെയല്ല. ഇന്ന മഇയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി നൽകുന്നതാണ്, അവൻ എന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരങ്ങളെ പറയുകയാണ്. ഈ വാക്ക് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാക്കാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാത്ത കാലഘട്ടം അവർക്ക് വിരളമായിരിക്കും. ദുനിയാവെന്ന ജയിലിൽ അവർക്കെന്നും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അവരെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകളും സഹോദരങ്ങളെ, അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യമല്ല. എന്നാൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഘട്ടത്തിൽ എന്താണ് നമ്മൾ പറയേണ്ടതെന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിച്ചിരിക്കുന്ന കാര്യം, ഇന്ന മഇയ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, സയഹ്ദീൻ, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും എന്നാണ് സഹോദരങ്ങളെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് സഹോദരങ്ങളെ ഇതിൽ വലിയ പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പൂർണ്ണമായ തവക്കുൽ അവർ ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. ഏത് രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും, അവർക്ക് ഈ രാജ്യം തന്നെ വിട്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാലും, അവർ കൊല്ലപ്പെടുമെന്ന് ഭയപ്പെട്ടാലും, സഹോദരങ്ങളെ, ഭൗതികമായ എന്തെല്ലാം അതിനുള്ള സബബുകൾ, കാരണങ്ങൾ ഇല്ലാതായാലും അള്ളാഹുവിലുള്ള തവക്കുൽ, അള്ളാഹുവിലുള്ള വിശ്വാസം അതൊരിക്കലും നമുക്ക് ഇല്ലാതായി പോകാൻ പാടില്ല. നമുക്കും പറയാൻ സാധിക്കണം, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അവൻ എനിക്ക് വഴി കാണിച്ചു തരും. അതല്ലാതെ ഭൗതികമായി കാണുന്ന ഏതെങ്കിലും കൂട്ടങ്ങൾക്കോ നേതാക്കന്മാർക്കോ പ്രസ്ഥാനങ്ങൾക്കോ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്നും അവരെ കരകയറ്റാൻ സാധിക്കുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞതുപോലെ, വമയ്യ തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, ആരല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നുവോ അവൻ അള്ളാഹു തന്നെ മതിയായതാണ്. അള്ളാഹുവിൽ പൂർണ്ണമായി ഒരാൾക്ക് ബരമേൽപ്പിക്കാൻ സാധിച്ചാൽ അള്ളാഹുവിന്റെ സഹായം അവനുണ്ടായിരിക്കുന്നതാണ്. അള്ളാഹു ചോദിച്ചില്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, അടിമക്ക് അള്ളാഹു തന്നെ പോരെ, അടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പോരെ എന്ന് ചോദിച്ചത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരിതാ ചെങ്കടലിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം മാത്രമാണ് അവർക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. ആ വിശ്വാസത്തിൽ നിന്നും അണുകിട വ്യതിചലിക്കാതെ പതറാതെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെങ്കടലിന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. സമുദ്രത്തിലേക്ക് വടി കൊണ്ടടിക്കാനുള്ള കൽപ്പന അല്ലാഹു തആല
അപ്പോഴാണ് നൽകുന്നത്. ഇങ്ങനെ ആയിരിക്കുമെന്നുള്ളത് അവർക്ക് നേരത്തെ അറിഞ്ഞുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഘട്ടത്തിൽ വഹി നൽകുകയാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫഔഹൈനാ ഇലാ മൂസ, മൂസയ്ക്ക് ഞാനിതാ വഹി നൽകിയിരിക്കുന്നു, അനദ്രിബ് ബിഅസാകൽ ബഹർ, നീ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ സമുദ്രത്തിൽ നീ അടിക്കുക. ഫൻഫലഖ, അതിതാ പിളർന്നിരിക്കുകയാണ്. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം, അങ്ങനെ ആ വെള്ളത്തിന്റെ ഓരോ പൊളിയും സഹോദരങ്ങളെ വലിയ പർവ്വതക്കണക്ക് ആയിത്തീരുകയും ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുള്ള വഴിയാണ് സഹോദരങ്ങൾ അവിടെ ആയിത്തീർന്നിട്ടുള്ളത്? ശക്തമായ കാറ്റടിച്ചുകൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞ് അവിടെ കൃത്യമായി ഉണങ്ങിയ പ്രതലമായി തീരുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. ഇടതുഭാഗത്തും വലതുഭാഗത്തും വലിയ പർവ്വതക്കണക്കെ വെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അതിങ്ങോട്ടേക്ക് മൂടി വരുന്നില്ല. കൃത്യമായ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരുക്കി നൽകിയിരിക്കുകയാണ്. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടരും ആ വഴിയിലൂടെ സഞ്ചരിച്ച് അപ്പുറത്തെ കരയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം പിറകിൽ വന്ന ഫിർഔനും കൂട്ടരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിർഔനും കൂട്ടരും ഇതേ വഴിയിൽ സഞ്ചരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ചരിത്രം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത്രയും വലിയ സമുദ്രത്തിൽ ഇങ്ങനെ ഉണങ്ങിയ യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ലാത്ത രൂപത്തിൽ ഒരു വഴിയുണ്ടായി. ആ വഴിയിലൂടെ മുന്നിലൂടെ ഇങ്ങനെ ആളുകൾ നടക്കുന്ന സമയത്ത് പിന്നിൽ വന്ന ധിക്കാരിയായ ഫിർഔനിന് ആ ദൃഷ്ടാന്തം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ആ മുഅ്ജിസത്ത് അത് മനസ്സിലാക്കാൻ അവന് സാധിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ഈ കടലിങ്ങനെ പിളർന്നു മാറിയിട്ടുള്ളത്? എങ്ങനെ ഈ കടലിൽ ഉണങ്ങിയ വഴിയുണ്ടായി? അതവന് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴെങ്കിലും അള്ളാഹുവിനുള്ള വിശ്വാസം അവനുണ്ടായിത്തീരുന്നില്ല. അങ്ങനെയാണ് കുഫാറുകൾക്ക്, അങ്ങനെയാണ് ധിക്കാരികൾക്ക്. അവരുടെ ഹൃദയത്തിൽ അവരുടെ പാപക്കറകളാൽ അടഞ്ഞുപോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാഠങ്ങൾ മനസ്സിലാക്കാൻ, സത്യത്തിലേക്ക് മടങ്ങാൻ അവർക്ക് അതിനുള്ള തൗഫീഖ് ഉണ്ടാവുകയില്ല. കൃത്യമായി അവൻ കാണുകയാണ്, പക്ഷെ അവൻ അതൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അവന്റെ വിവേകം അതൊന്നും അവനെ കൊണ്ട് അത് ചിന്തിപ്പിക്കുന്നില്ല. അവനും ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുകയാണ്. അവന്റെ ലക്ഷ്യം മൂസയെയും കൂട്ടരെയും ഉന്മൂലനം ചെയ്യുക എന്നതല്ലാതെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവന് സാധിക്കുന്നില്ല. അവനും ആ വഴിയിലൂടെ സഹോദരങ്ങളെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ട് അവനും നീങ്ങിയിരിക്കുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും അപ്പുറത്തെ കരയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവരിതാ ഈ കരയിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിന് വഹി നൽകി കൃത്യമായിട്ട് പഴയ രൂപത്തിലേക്ക് ആ കടലിൽ ആ സമുദ്രം പിന്നീട് തിരിച്ചു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ആ കടലിൽ അവൻ മുങ്ങി മരിക്കുകയാണ്. ഏതൊരു കടലാണോ, ഏതൊരു സമുദ്രമാണോ ഇതെല്ലാം എന്റെ അധീനത്തിലാണെന്ന് അവൻ അഹങ്കരിച്ചു പറഞ്ഞത്, ആ കടലിൽ തന്നെ അവൻ മുങ്ങി മരിച്ചിരിക്കുകയാണ്. എന്താണ് അവൻ പറഞ്ഞത്? മിസ്ർ എന്റെ അധികാരത്തിലാണ്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദി, ഈ കടൽ ഇതെന്റെ കീഴിൽ സഞ്ചരിക്കുന്നതാണ്, ഇതിന്റെ ഒക്കെ അധികാരം എനിക്കാണ് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടലിൽ തന്നെ അവനെ മുക്കിക്കൊല്ലുകയായിരുന്നു ഉണ്ടായിരുന്നത്. സഹോദരങ്ങളെ നോക്കൂ, മുസ്ലിമീങ്ങൾ ഒന്നാകെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരി അവന്റെ കൂട്ടാളികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. ആ നശിപ്പിച്ച ദിവസമാണ് മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം. അതിന് നന്ദിയായിക്കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചു എന്ന് കാണാൻ സാധിക്കും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും ഹിജ്റ ചെയ്തുകൊണ്ട് മദീനയിലെത്തിയപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ പിന്തുടർന്നുകൊണ്ട് മദീനയിൽ അന്നുണ്ടായിരുന്ന യഹൂദരും ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഇമാം ബുഖാരി മുസ്ലിമും എല്ലാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ യഹൂദർ മുഹറം 10 നോമ്പെടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ദിവസം നോമ്പെടുക്കുന്നത്? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഇത് നല്ലൊരു ദിവസമാണ്. നജ്ജല്ലാഹു ഫീഹി മൂസ വ ഖൗമ, അല്ലാഹു മൂസയെയും കൂട്ടരെയും ഈ ദിവസത്തിൽ രക്ഷപ്പെടുത്തി. ഫസാമഹു മൂസ ശുക്രൻ ലില്ലാഹ്, അങ്ങനെ മൂസ ഈ ദിവസത്തിൽ അള്ളാഹുവിനുള്ള നന്ദി എന്നോണം നോമ്പനുഷ്ഠിച്ചു എന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അവരോട് പറഞ്ഞു, അന അഹഖു ബി മൂസ മിൻകും, ഞാൻ നിങ്ങളെക്കാളും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും അടുപ്പമുള്ളവനാണ്, എനിക്കാണ് കൂടുതൽ ബന്ധം. നിങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആളുകളാണെന്ന് പറയുന്ന വ്യാജം പറയുന്ന ആളുകളാണ്. അദ്ദേഹത്തിന്റെ ആദർശം നിങ്ങളുടെ കയ്യിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് പിന്നീട് അനുഷ്ഠിക്കുകയും
കൂടെ ഉണ്ടായിരുന്ന സഹാബികളോട് കൽപ്പിക്കുകയും ചെയ്തു. അല്ല, ആ ദിവസത്തിലെ നോമ്പിന് മഹത്തായ ശ്രേഷ്ഠത കൂടിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി ആശൂറ, ആശൂറ ദിവസത്തിൽ നിങ്ങൾ എടുക്കുന്ന നോമ്പ്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബല, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും എന്നാണ് ഞാൻ ആ ദിവസത്തെക്കുറിച്ച് കണക്കാക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്, വലിയ ശ്രേഷ്ഠതയുള്ള നോമ്പാണത്. ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് പാപങ്ങൾ പുറത്തു തരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറുപാപങ്ങളാണ്. വൻ പാപങ്ങൾ സഹോദരങ്ങളെ, അത് നമ്മൾ അതിൽ നിന്നും വെടിഞ്ഞുകൊണ്ട് അള്ളാഹു തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് അതിൽ നിന്നും കാവൽ തേടേണ്ടതുണ്ട്. ഇങ്ങനെ നമുക്ക് പുറത്തു കിട്ടുക അതല്ലാത്ത പാപങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹ് മുസ്ലിം മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസി, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ ഞാൻ മുഹറം 9 കൂടി നോമ്പനുഷ്ഠിക്കും എന്ന് പറയുകയാണ്. ചില റിവായത്തുകളിൽ അതിന്റെ കാരണമായി അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് യഹൂദരോട് എതിരാകണം എന്നുള്ളതാണ്. യഹൂദർ 10 നോമ്പനുഷ്ഠിക്കുന്നത്, നമ്മളും 10 മാത്രം നോമ്പനുഷ്ഠിച്ചാൽ അവരോട് സാമ്യപ്പെട്ടു പോകും, അതുകൊണ്ട് എതിരാകണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം ഞാൻ 9 കൂടി നോമ്പനുഷ്ഠിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് അടുത്ത വർഷത്തേക്ക് ഉണ്ടായിരുന്നില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ അവിടുന്ന് വഫാത്താവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സാധിക്കുന്ന ആളുകളെല്ലാം തന്നെ നമ്മളും നമ്മുടെ കുടുംബക്കാരും വീട്ടിലെ ചെറിയ കുട്ടികളെ പോലും നോമ്പെടുക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു നോമ്പാണ് മുഹറത്തിലെ 10ാമത്തെ ദിവസത്തിലെ നോമ്പ്, ആശൂറ നോമ്പ് എന്നുള്ളത്. അത് സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ വർഷം ഈ വരുന്ന ബുധനാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് അത് വരുന്നത്. അതുകൊണ്ട് ബുധനാഴ്ചയും സാധിക്കുന്നവർ ചൊവ്വാഴ്ച ദിവസം താസുആവും ആ ദിവസം കൂടി മുഹറം 9 കൂടി നോമ്പ് അനുഷ്ഠിക്കാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും അതിന് സാധിക്കുന്നില്ല, ആർക്കെങ്കിലും 9ാമത്തെ ദിവസം സാധിക്കുന്നില്ലെങ്കിൽ 10ാമത്തെ ദിവസം മാത്രം എടുക്കുന്നതിനും യാതൊരു കുഴപ്പവുമില്ല, അതിലൊരു കറാഹത്തില്ല, അത് തെറ്റുള്ള കാര്യമല്ല. ഒരാൾക്ക് മുഹറം 10 മാത്രം നോമ്പ് അനുഷ്ഠിച്ചാൽ ഈ വലിയ ശ്രേഷ്ഠത ലഭിക്കുന്നതാണ്. എന്നാൽ ഒപ്പം 9 കൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. അല്ല സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ സാധിക്കുന്ന അത്ര സുന്നത്ത് നോമ്പുകൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് ഈ മുഹറം മാസം എന്ന് പറയുന്നത്. സാധിക്കുന്ന അത്ര സുന്നത്തുകൾ നോമ്പ് നമ്മൾ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹറുല്ലാഹിൽ മുഹറം, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളത് അത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ മാസത്തിനെ കുറിച്ച് പറഞ്ഞത് തന്നെ നോക്കൂ, അള്ളാഹുവിന്റെ മാസം എന്നാണ് പരിചയപ്പെടുത്തിയത്. ഷഹറുല്ലാഹ്, ഈ മാസത്തിന് അത്ര വലിയ പോരിശ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സുന്നത്തായ നോമ്പുകൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ മാസം നമ്മൾ തിരഞ്ഞെടുക്കുക. ഈ മാസത്തിലാണ് സുന്നത്ത് നോമ്പുകൾക്ക് ഏറ്റവും പ്രതിഫലമുള്ളത് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സാധിക്കുന്ന അത്ര തിങ്കളും വ്യാഴവും അതല്ലാത്ത ദിവസങ്ങളിലുമൊക്കെ സഹോദരങ്ങളെ ഈ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ ഇതിലെ 10ാമത്തെ ദിവസത്തിലെ നോമ്പ് നാം പറഞ്ഞതുപോലെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരാൻ കാരണമാക്കുന്ന ഒരു നോമ്പാണ്. അതുകൊണ്ട് നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ സുന്നത്ത് നോമ്പ് നമ്മൾ നോൽക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, ഹിജ്റ 61 മുഹറം 10 തന്നെ സംഭവിച്ച മറ്റൊരു ചരിത്രം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. മുസ്ലിമീങ്ങളിലെ നല്ലതിനെയും ചീത്തതിനെയും വേർതിരിക്കാനുള്ള ഒരു പരീക്ഷണമായിരുന്നു ആ സംഭവം എന്നുള്ളത് ചരിത്രത്താളുകൾ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്വർഗത്തിൽ യുവാക്കളുടെ നേതാവായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 പേരിൽ ഒരാൾ മഹാനായ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൊല്ലപ്പെട്ട ദിവസമാണ് മുഹറം 10.
സഹോദരനായ ഹസൻ റളിയല്ലാഹു അൻഹു ആണ് സ്വർഗത്തിൽ നേതാവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യുവാക്കളുടെ നേതാവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരാൾ. സഹോദരങ്ങളെ, അഹ്ലുസുന്ന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത് അദ്ദേഹം അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്നുള്ള കാര്യവും നാം കൃത്യമായി വിശ്വസിക്കുന്നു. അദ്ദേഹം ആക്രമിക്കപ്പെട്ടാണ്, വഞ്ചിക്കപ്പെട്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നും അദ്ദേഹം ഷഹീദാണെന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅ സലഫികൾ അദ്ദേഹത്തെ കുറിച്ച് സഹോദരങ്ങളെ നാം വിശ്വസിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ക്രൂരമായ വധത്തിന് ശേഷം ജനങ്ങൾ വ്യത്യസ്ത ചേരികളായത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിലൊന്നാമത്തെ ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോട് ശത്രുത നാട്ടിവെച്ച നാസിബുകളാണ്. അക്കൂട്ടർ യഥാർത്ഥത്തിൽ ഇന്ന് കാണാനില്ല. അവർക്ക് നബി കുടുംബത്തോട് അടങ്ങാത്ത ദേഷ്യം കാണിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോട് പരിധി വിട്ട സ്നേഹം കാണിക്കുന്ന റാഫിളകളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ മറ്റുള്ള സഹാബികളെ കാഫിറാക്കുകയും അവരുടെ പേര് കേട്ടാൽ ശപിക്കുകയും ചെയ്യും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ അവർ സ്നേഹിക്കുന്നു എന്ന പേരിൽ യഥാർത്ഥത്തിൽ അവർ ആരാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ഈ ദിവസത്തെ അവർ വലിയ ദുഃഖാചരണത്തിന്റെ ദിവസമാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, കർബലയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുള്ളത്, ഇന്നത്തെ ഇറാനിലാണത്. അപ്പോൾ അത് വലിയ ദുഃഖാചരണത്തിന്റെ ദിവസമാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച രൂപത്തിലുള്ള ജാഹിലിയത്തിന്റെ തട്ടഹസിച്ച് കരയലും ദേഹത്തടിക്കലും അല്ല, ദേഹത്ത് മുറിവുണ്ടാക്കുകയും അങ്ങനെ ആ മുറിവിലൂടെ ഒഴുകുന്ന രക്തത്തിന് തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ സാധിക്കുമെന്നെല്ലാം തെറ്റായ വിശ്വാസങ്ങൾ പറഞ്ഞുകൊണ്ട് ബുദ്ധിമാന്മാരായ ആളുകളെ ചിരിപ്പിക്കും വിധമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ അവർ കാഴ്ചവെക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ നാടുകളിലും അത്തരക്കാരായ ആളുകൾ ഉണ്ട്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ അത്തരക്കാരായ ആളുകൾ സഹോദരങ്ങളെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും അഥവാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെയും മാർഗത്തിലല്ല എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി താക്കീത് ചെയ്ത അനേകം തെറ്റുകൾ അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും കൊടിയ തെറ്റാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇവർ യാ ഹുസൈൻ, യാ അലി, യാ ഹസൻ എന്നെല്ലാം ഉള്ളത് ഇവരുടെ സ്ഥിരം വിളികളാണ്. ഇവരുടെ നാടുകളിൽ അത് പല സ്ഥലങ്ങളിലും ആലേപനം ചെയ്തത് കാണാൻ സാധിക്കും. ദർഗകളിലും മക്ബറകളിലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും യാ ഹുസൈൻ എന്നുള്ളത് എഴുതി വെക്കുകയും ഇവരുടെ എല്ലാ പരിപാടികളിലും ഇവരാദ്യം വിളിക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. സഹോദരങ്ങൾ, ആ കടുത്ത ഷിർക്കിലുള്ള മുശ്രിക്കുകളായ ആളുകളാണ് ഇവരെന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കില്ല. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ അവർക്ക് മധ്യമ നിലപാട് തന്നെയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് അവർ വില കൽപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. എന്നാൽ ഈ സംഭവത്തെ തൊട്ട് അവർ ദുഃഖിതരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിധിയായി അവർ മനസ്സിലാക്കുകയും ഈ സംഭവത്തെ അവർ ദുഃഖത്തോടുകൂടി കാണുക തന്നെ ചെയ്യും. പക്ഷേ ഇസ്ലാമിൽ ഒരിക്കലും അങ്ങനെ ദുഃഖാചരണം ആണ്ടുകഴിക്കുക അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായ ദിവസത്തെ തൊട്ട് ആ വർഷാവർഷം അതിനെക്കുറിച്ചൊരു ദുഃഖാചരണം കഴിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതല്ലെങ്കിൽ സന്തോഷത്തിന്റെ പേരിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പെരുന്നാളുകൾ കഴിക്കാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ചില ആളുകൾ ഈ ദിവസത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. സൂഫികളായ ആളുകൾ മുഹറം 10 പ്രത്യേകമായ പായസവും മധുര വിതരണ പലഹാരങ്ങളും ഒക്കെ കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. സഹോദരങ്ങൾ, അതെല്ലാം ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തോ നോമ്പല്ലാതെ മറ്റൊന്നും ഈ ദിവസത്തിൽ പ്രത്യേകമായി അനുഷ്ഠിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസത്തിൽ വളരെ കൃത്യമായി നമുക്ക് ചെയ്യാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. സാധിക്കുന്ന ആളുകൾ 9 കൂടി നോമ്പനുഷ്ഠിക്കുക. സാധിക്കുന്ന ആളുകൾ ഈ മാസം മുഴുവൻ സാധിക്കുന്ന രൂപത്തിൽ നോമ്പുകൾ വർദ്ധിപ്പിക്കുക. ഇതാണ് സഹോദരങ്ങളെ മുഹറം മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അശ്ഹുറുൽ ഹുറും, പവിത്ര മാസങ്ങൾ, അത് ആദരിക്കപ്പെടേണ്ടതാണ്. അതിന് പവിത്രത കൽപ്പിക്കപ്പെടേണ്ടതാണ്. മറ്റെല്ലാ മാസങ്ങളിലും തിന്മകൾ ചെയ്യുന്നതിന് കുറ്റമുണ്ടെങ്കിലും പവിത്ര മാസങ്ങളിലുള്ള തിന്മകൾക്ക് കുറ്റം കൂടുതലാണ് എന്നുള്ളത് വ്യക്തമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്, മുൻഗാമികൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിയിൽ
ജീവിക്കുവാനും അവന്റെ തൃപ്തിയിൽ മരണപ്പെടാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം ശിഫാ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ അവന്റെ മഹത്തായ ഫദ്ലിനാൽ ഔദാര്യത്തിനാൽ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.